ആ സാവൊന്നും ഇവിടെ ഇല്ല. ഉണ്ടോ? ബെല്ലടിക്കുക. കഥ തുറന്നാലേ അറിയത്തുള്ളൂ. അറിയത്തില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയറും കമൻറ്റ് നൽകുന്നതിനൊപ്പം കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. എന്നാ എന്നാ ആ ഞാൻ വിളിച്ചില്ലല്ലോ. പിന്നെ അതുമ്പോൾ വിളിച്ചായിരുന്നല്ലോ. ഇപ്പോൾ വിളിച്ചായിരുന്നല്ലോ. ഇവിടെ ഇരിക്കുവാണെന്ന് ചോദിച്ചില്ലേ? വേറുള്ളവരുമായിരിക്കും. ഞാൻ വിളിച്ചില്ല. ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ഉള്ളോ? എനിക്കറിയത്തില്ല വിളിക്കാൻ. എൻ്റെ മൂത്ത മകനും ഉണ്ടായിരുന്നു, ടോമി ഉണ്ടായിരുന്നു ഇവിടെ. ടോമി ഉണ്ടായിരുന്നോ? ആ, എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ എന്തി? ബാക്കിയുള്ളവരൊക്കെ എന്തി? ആരാ ബാക്കിയുള്ളവരൊക്കെ? ബാക്കിയുള്ളവരൊക്കെ 4 വാർഡ് വന്നു. ആ, ഓരോ സ്ഥലത്താണ്. ആണോ? ജോലിക്ക് പോയേക്കോണോ? ജോലിക്ക് പോയേക്കോണോ? ജോലിക്കൊന്നും പോയിരിക്കല്ലോ. ഓരോ സ്ഥലത്തും പോയി ഇങ്ങനെ മാറി മാറി ഓരോ ചെറിയ ചെറിയ പണി ചെയ്ത് അങ്ങനെ തള്ളി പോകും. ആ, അപ്പം ഇങ്ങോട്ട് വരവില്ല? ഇങ്ങോട്ട് വരുന്നില്ല? വീട്ടിലോട്ട് വരും. വരുമോ? എപ്പോഴാണ് വരുന്നത്? വീട് ഇവിടെയല്ല, വീട് അവിടെയല്ല. എവിടെ ഞങ്ങൾ താമസിച്ചു? എവിടെയാ താമസിക്കുന്നത്? എവിടെയാ? അവിടെയല്ലേ ഞങ്ങളുടെ വീട്. എവിടെ? എവിടെയാ? മക്കൾ ആരൊക്കെയാ ഉള്ളത് വേറെ? ടോമി അല്ലാതെ മക്കൾ ആരൊക്കെയാ ഉള്ളത് വീട്ടിലോ? ആ, വീട്ടിൽ ചേട്ടനിയന്മാരും അമ്മയും അപ്പനും അവരൊക്കെ ഉണ്ടോ? പെങ്ങന്മാരും ഒക്കെ ഉണ്ട്. ആ, ഇന്ന് ഉച്ചയൂണ് കഴിഞ്ഞിട്ട് അമ്മ ഉറങ്ങിയിട്ടില്ലേ? ഇവിടെ ഇരുന്ന് കുറച്ച് നേരം സിനിമ കാണുമായിരുന്നു. ഇവരെ ഇവിടെ കസേര ഇരുന്ന്. അപ്പോൾ ഒന്ന് ഉറങ്ങണ കാര്യം മറന്നു പോയതാണോ എന്താണെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ കറങ്ങി നടന്ന് എന്നോട് വന്ന് ഓരോന്ന് ചോദിക്കും. ചോദിച്ച ഒരു ഭാഗമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഉറങ്ങുന്നില്ലേ ഇന്ന്? ഇന്ന് ഉറങ്ങുന്നില്ലേ? ഉച്ചയ്ക്ക് കിടക്കുന്നില്ലേ ഇന്ന്? കടന്നില്ലായിരുന്നു. ആ, അതിനാ ഇന്ന് ഉച്ചയ്ക്ക് കിടക്കുന്നല്ലേ? ഞാനും ഉച്ചയ്ക്ക് കിടപ്പോഴും കാലത്ത് കിടപ്പൊന്നും ഇല്ലേ? ഞാൻ എനിക്ക് വീട്ടിൽ സമയം ഇല്ലാതിപ്പോൾ നാളെ ആണോ? വീട്ടിലോട്ട് പോലും പോകാൻ നേരത്തില്ല. ആ, എന്നാ പണി? വീട്ടിലോട്ട് പോകാത്തന്നെ? വീട്ടിലോട്ട് പോകാത്ത എന്നാന്ന്? പോകാഞ്ഞ് ആ, ഇനി പോയാൽ എങ്ങോട്ടും പോക്കില്ല. ഇല്ല. വീട്ടിൽ മാത്രം. ആ, ഏത് വീട്ടിലാണ് പോണേ? ഏത് വീട്ടിലോട്ടാണ് പോണേ? ഞങ്ങളുടെ വീട്ടിലോട്ട്. ഞങ്ങളുടെ വീട് ഏത്? അരയത്തൂത്തമ്പര. അരയത്തൂത്തമ്പരയിലോട്ടാണോ പോണേ? അതാണോ അപ്പുറത്തെ വീട്? അതാണോ എലിക്കുട്ടിയുടെ വീട്? അതാണോ എലിക്കുട്ടിയുടെ വീട്? ആ, അവിടെ ആരാ ഉള്ളതിന്? അവിടെ ആരാ ഉള്ളതിന്? വേറെ 2-3 പേരും കൂടെ. ആരൊക്കെ? വീണ്ടും കൂടെ വേറെ 2-3 വീടും കൂടി ഉണ്ടോ? ചേട്ടനിയന്മാരൊക്കെ താമസിക്കുന്നു. അതേത് വീടാ? അതൊക്കെ ഓരോന്നിനും ഓരോ പേരുണ്ട്. ആ, ഒന്ന് പറഞ്ഞേ. ഇതെല്ലാം പറയാൻ പറ്റിയാലും. ആ, ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. അതൊന്നും ഞങ്ങൾക്ക് അറിയാം. ഓർക്കയല്ല. ഞങ്ങൾ അറിയുന്ന വീടാണെന്ന് അറിയണ്ടേ? ഞങ്ങൾ അറിയില്ലേ? ഓർക്കാൻ പറ്റിയല്ല. ഓർമ്മയില്ല. അതിനാ? വീടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഓർക്കാതിരിക്കാൻ വഴിയില്ലല്ലോ. വീടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വീട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഓർക്കാതിരിക്കാൻ വഴിയില്ലല്ലോ. വീട്ടുപേര് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനെ വീട്ടുപേര്. വീടുണ്ടല്ലോ. ആ, വീട്ടുപേര് ഓർക്കത്തില്ലേ? അപ്പോൾ പിന്നെ വീട്ടുപേര് ഓർക്കത്തില്ലേ? വീടും വീടൊക്കെ ഉണ്ട്. സ്ഥലമുണ്ട്. ആണോ? കണ്ടമുണ്ട്, പറമ്പുമുണ്ട്, ഒക്കെ ഉണ്ട്. ആ, വേണ്ടപ്പെട്ട എല്ലാം ഉണ്ട്. നോക്കി അന്വേഷിച്ചെടുക്കാൻ പറ്റിയെന്നുള്ളൂ. അതിനാ? പിന്നെ എല്ലാം കേടും കെടുമ്പതിയൊക്കെ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നോക്കും. ആ, അതന്നെ. അതുകൊണ്ട് അവിടെ നിന്ന് കൃഷി ചെയ്യാത്ത ആരും. കൃഷി ചെയ്താൽ കേടും കെടുമതിയാ. അപ്പോൾ അത് നോക്കാൻ പോവാണോ? അത് നോക്കാനാണോ വീട്ടിൽ പോണേ? അത് നോക്കാൻ വേണ്ടിയാണോ വീട്ടിൽ പോണേ? അതെ. കൃഷിയൊക്കെ നോക്കാൻ വേണ്ടിയാണോ ഒന്ന് വീട്ടിൽ പോണത്? നോക്കാൻ പറ്റിയല്ലാണ്ടാണ്. നോക്കാൻ വേണ്ടിയാണോ ഒന്ന്? കൃഷിയോ? ആ, പിന്നെ കൃഷി നോക്കുന്നത്. ആ, കൃഷി നോക്കാതെ പിന്നെ രക്ഷപ്പെടും. അല്ല, ചുമ്മാ വെറുതെ പോകേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ചോദിച്ചാൽ ഇവിടെ നിന്നാൽ മതിയല്ലോ. കൃഷി ചെയ്യുന്നത് കൊണ്ടുള്ള മനുഷ്യന് അനുഭവമുള്ളൂ. ആ, എന്തുമാത്രം പേരാ പോകണം. ആ, അതന്നെ. വഴി ആൾക്കാർ ഒത്തിരി പോവും. ഒറ്റ യാത്രയ്ക്ക് എത്ര പേരാ? ആ, ഒറ്റ യാത്രയ്ക്ക് ഒത്തിരി പേരാ പോകണം അല്ലേ? പണിയില്ല. 4 പാട് ഓരോ കാര്യത്തിന് ഓടി നടക്കും. കൂടി നടക്കുവാണ് എല്ലാവരും. നല്ല ചൂടല്ലേ? വന്നിരുന്ന ഒരു കൂട്ട് കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ. എന്നാ? വണ്ടി പൊതിഞ്ഞ് കൊണ്ടുവന്നു. ഏത് വണ്ടിയാ? അതും പുറത്തിരിക്കണ്ടേ?
മുറ്റത്തിരിക്കണ കട്ടിൽ. അത് വണ്ടിയില്ലേ? അതായത് അത് വണ്ടി കടം സോപ്പ് ഇത് കൂട്ടാൻ വണ്ടിയെ പൊതിയണ ഇത് സാധനം അത് സോപ്പ് കൂട്ടിയല്ലോ? ആയിരിക്കണം. ഏത്? ഇത് ഞാൻ കണ്ടില്ല. എവിടെ ഇരിക്കുന്നത്? ഒന്ന് കാണിച്ച്. എടുത്ത് മാറ്റി. മാറ്റിയോ? ആരാ മാറ്റി? ആരാണെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ ഉടയക്കാരായിരിക്കും. എൻ്റെ ഓടാക്കാർ ഇവിടെ ഇല്ലല്ലോ. ആരാണെന്ന് എനിക്കറിയത്തില്ല. വണ്ടിയുടെ ഓടാക്കാർ ഇവിടെ ഇല്ലല്ലോ. എനിക്ക് എൻ്റെ വീടിൻ്റെ പരിസരത്താണ് എനിക്കറിയോ. ആഹാ. വേറെ അടുത്തൊക്കെ ചെന്നാൽ ഞാനതിനകത്തോ അതിനൊക്കെ ഓരോ അവകാശം നോക്കുകയൊക്കെ ചെയ്യണം. അത് ശരിയാ. എൻ്റെ ആവശ്യമില്ല. വല്ലവരെയും വീട്ടിൽ ചെന്ന് അവകാശം പറഞ്ഞാൽ സമ്മതിക്കുമോ? അവരോർക്ക് ബന്ധപ്പെട്ട കുടുംബവും സ്ഥലവും ഒക്കെ ഉള്ളോർത്ത് അവരോട് ജീവിക്കുമ്പം അത് നോക്കി അന്വേഷിച്ചെടുത്താൽ മതി. അല്ലാതെ നാട്ടിലുള്ളവരെല്ലാവരും നോക്കാനോ അന്വേഷിക്കാനോ ഒന്നും പോകേണ്ട ആവശ്യം. അത് വേണ്ട. നാട്ടിലുള്ള അന്വേഷിക്കാൻ ഞാൻ അവർ ഓടിക്കല്ലേ? ചെലവുകയില്ല. അവർ സമ്മതിക്കുമോ? ഉറക്കാണോടാ? ആണോ? അവരൊക്കെ കിടന്നുറങ്ങുക. അമ്മ മാത്രം ഒഴിയേറ്റ് നടക്കുന്നുള്ളൂ. ജോമോളും അപ്പുറം കിടക്കുക. എന്നാ ജോമോളും അപ്പുറം കിടപ്പുണ്ട്. എന്നാ ജോമോളെ ജോമോളും അപ്പുറത്ത് കിടക്കുമെന്ന്. അമ്മ മാത്രമേ കിടക്കാതിരിക്കുന്നുള്ളൂ. നമ്മള് അപ്പുറത്ത് കിടക്കുക എവിടെയാ? കട്ടിലേ. ഇവിടെ കിടപ്പുണ്ടോ? ആ, അതെപ്പം അതെന്തോരം നേരമായി? നിങ്ങൾ ഒരുമിച്ച് കിടന്ന് ഇറങ്ങുന്നല്ലേ ഉച്ചയ്ക്ക്? ഇവിടെ വന്നതായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഇവിടെ ഉണ്ടായിരുന്നു. ആ, എന്നിട്ട് പിന്നെ ഏക്കാതെ കിടക്കുന്നു ഇത്ര നേരമായിട്ട്. അത് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുന്നല്ലേ? ഇത്രയും ദിവസമായിട്ട്. ദിവസമായിട്ടില്ല. അപ്പം നേരത്തെ എവിടെ താമസിച്ചുകൊണ്ടിരുന്നത്? നേരത്തെ ഇവിടെ. ഇവിടെ ആ, ഇവിടെ തന്നെയല്ലേ താമസിക്കുന്നത്? ഇവിടെ ആണോ കുടുംബമായിട്ട് താമസിക്കായിരുന്നോ? പിന്നെ എലിക്കുട്ടിയമ്മയ്ക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കി തരുന്നതല്ലേ? എലിക്കുട്ടിയമ്മയ്ക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കി തരുന്ന ആളല്ലേ? ആരെ? എലിക്കുട്ടിയമ്മയ്ക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കി തരുന്നതേ. ചോറ് കറിയൊക്കെ ഉണ്ടാക്കി തരുന്നത് ആര്? ജോമോളല്ലേ? ആര്? ജോമോളല്ലേ? ജോമോനോ? ജോമോള്. ജോമോളോ? ആ, എന്ന്? എല്ലാ ദിവസവും. ഇന്നാ? ആ, എല്ലാ ദിവസവും. എല്ലാ ദിവസവും. ഇന്നാണോ? എല്ലാ ദിവസവും. എല്ലാവരും ഉണ്ടോ? എല്ലാ ദിവസവും ഉണ്ടാക്കി തരുന്നത്. എല്ലാവരും കൂടെ അതിനെ ഉണ്ടാക്കി. ജോമോളല്ലേ എല്ലാ ദിവസവും അമ്മയ്ക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കി തരുന്നേ? എന്താ ഉണ്ടാക്കി തന്നെ? ചോറും കറികളൊക്കെ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന കാര്യമാണ് പറഞ്ഞേ. ആ, അല്ലേ? ആണോ? ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ തപ്പി നടക്കുവാണ്. ജോമോളെ കാണുന്നില്ല. ജോമോളോടെ കിടക്കുവാണ്. അമ്മ കിടക്കാതെ അതിലേ നടക്കുമായിരുന്നു. വന്ന് ശകലം നേരം കിടക്കാൻ മേലായിരുന്നോ? പോയി ശകലം നേരം കിടന്നോ? എവിടെയൊക്കെ ആളുടെ മൊത്തത്തിന് തുടങ്ങിയെന്ന് തോന്നുന്നു. എവിടെ? ആ പറമ്പിൽ. ആ പറമ്പിൽ താമസിക്കുന്ന നമ്മുടെ മകനല്ലേ? ആ പറമ്പിൽ താമസിക്കുന്ന അമ്മയുടെ മകനല്ലേ? ആരാ? അമ്മയുടെ മകൻ സാബു അല്ലേ അവിടെ താമസിക്കുന്നത്? മകനാ? ആ, അവൻ്റെ പേരെന്നാ? സാബു. ഇല്ല, അവന് നേരത്തെ അവിടെ അല്ലാഞ്ഞല്ലോ. അവിടെയായിരുന്നു. അവിടെ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പിന്നെ രണ്ടാമത് ഇത് രണ്ട് മൂന്ന് സ്ഥലമൊക്കെ കൊടുത്തു. ഒരു രണ്ടാമത്തെ പ്രാവശ്യം കൊടുത്തു. അത് മേടിച്ചൊന്നുമല്ല, വീതം കൊടുത്തു. ഈ സ്ഥലമൊക്കെ ഞങ്ങളുടെ താമസമല്ല. ആണോ? പിന്നെ അല്ല, വിറ്റതാണോ? ഓരോരുത്തരും ആ, കിടക്കുമായിരുന്നു. ആണോ? ഇപ്പം അവിടെയാണ് കിടക്കണം. അവിടെ ആ, അവിടെ അവിടെ ആരും കിടക്കണം? അവിടെയാണോ? സാബു അവിടെയാണ് താമസിക്കുന്നത്. സാബു അവിടെയാണേ താമസിക്കുന്നത്. അവിടെയുണ്ടോ? ആ, അവിടെയാണ് താമസിക്കുന്നത്. എന്നാ? അവൻ എത്ര വർഷമായി അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? എത്ര വർഷമായി താമസിക്കാൻ തുടങ്ങിയിട്ട്?
പോവാ ആ അത്രയൊന്നുമില്ല. ആ ഒത്തിരി വർഷമായി. അപ്പം അവരുടെ പിള്ളേരോ? പിള്ളേരും എവിടെയുണ്ട്? എത്ര പേരുണ്ട്? 2 പേരുണ്ട്. ഉണ്ടായില്ല. അവരൊക്കെ വലിയതായില്ലേ? ആ അവർ പഠിച്ചുകൊണ്ടിരിക്കുമല്ലേ. കല്യാണം കഴിച്ചോ? കല്യാണം കഴിക്കാറൊന്നും ആയില്ല. ഏ കല്യാണം കഴിക്കാറൊന്നും ആയില്ല. എന്നാ കല്യാണം കഴിക്കാറായില്ലേ. ഇവിടെ ഇവിടെ ഉണ്ട്. മിണ്ടരുത് നിന്നോട് അമ്മച്ചി പറഞ്ഞു കേട്ടില്ലേ. മുണ്ട് വെച്ചേക്കുന്ന ആ കിടക്കുന്ന എല്ലാം ഇവിടെ മുതലെല്ലാം വെച്ചിരിക്കാം. ആ അതവർ തുണി ഉണക്കാനിട്ടിരിക്കുന്ന. ആ തുണി ഉണക്കാനിട്ടിരിക്കുന്ന കേട്ടോ. അത് ആര് താമസിക്കുന്നതായിരിക്കും? ഏത്? അത് അമ്മയുടെ മകൻ താമസിക്കുന്നതാന്നേ. അമ്മയുടെ മകൻ സാബു. കേസാവും. അമ്മയുടെ മകൻ സാബു ഇല്ലേ? ഇവിടെ മിണ്ടായിരില്ല. അവിടെയാണ് ആ സ്ഥലം മേടിച്ചാണോ? സ്ഥലം മേടിച്ചതല്ലേ, ഇവിടെ വീതം കൊടുത്തതല്ലേ. ഏ വീതം കൊടുത്തതല്ലേ. 18 പേരെ പണിതോ? പെര പണിതല്ലേ ആ വീട്. ഉണ്ടോ? ആ പെര പണിതല്ലേ ആ വീട്. അമ്മ ഒരു വർഷം അവിടെ നിന്നതല്ലേ. ഇവിടെയോ? ആ അത് അവിടെയോ? ഇവിടെ അവിടെ വീടൊന്നുമില്ല. അത് പറമ്പാ. അവൻ കൃഷി ചെയ്യുന്നതല്ലേ. അവിടെ അവൻ കൃഷി ചെയ്യുന്നതാ. കൃഷി ചെയ്യുന്നതാന്നേ. ആ താമസിക്കുന്ന ആ വീട്ടിൽ. ആ അവിടെ എല്ലാവരും ഇല്ല, അല്ലെങ്കിൽ ഒന്ന് കൊണ്ടുപോകായിരുന്നു. അത് എന്നാ തുടങ്ങിയേ? അത് 8-10 വർഷം ആയല്ലോ. ആ അത് എത്ര പിള്ളേരുണ്ട്? അവൻ 2 പിള്ളേർ. 2 പിള്ളേർ. അമ്മ അവിടെ പോയി നിന്നിട്ടുള്ളതല്ലേ. ഇടയ്ക്ക് നമ്മൾ പോണാ കേട്ടോ. ഇപ്പോൾ കുറേ നാളായി പോയിട്ട്. അതാ ഇപ്പോൾ കുറേ നാളായി പോയിട്ട്. അതാണ്. അവരെ കാണാൻ പറ്റും. അവരെല്ലാവരും ഇവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ലല്ലോ. ജോലിക്ക് പോകും. ആ ജോലിക്ക് പോകും. അവളും പോകും. ആ ചേച്ചി ജോലിക്ക് പോയേക്കോന്ന് തോന്നുന്നു. അവിടെ കണ്ടില്ല. അപ്പം വീട്ടിലാരാ ഉള്ളത്? വീട്ടിലിപ്പോൾ ആരും കാണില്ലായിരിക്കും. എല്ലാം ജോലിക്ക് പോയില്ല. എല്ലാവരും കൂടി പോകും. പോകണ്ടേ? ആ അടുത്തിട്ട് പോവും. അടിച്ചു പൂട്ടേച്ചും പോകും. ആ പിന്നെ വന്നു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. ആ ഒരുത്തിനാ എല്ലിനോട് കിടന്ന് ബഹളം ഉണ്ടാക്കണം. ഒരു എല്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ആ എല്ലിൽ ഉറുമ്പ് വന്നിരിപ്പുണ്ട്. അപ്പോൾ ആ ഉറുമ്പുമായിട്ട് ഉറുമ്പനെ കുറച്ച് ഓടിക്കുന്നതാണ് ഒരുത്തൻ. ആ കുടുംബമായിട്ടാണ് താമസം. ആ കുടുംബമായിട്ടാണ്. ആ കുടുംബമായിട്ടല്ല താമസിക്കാൻ പറ്റുമോ? പിന്നെ പിള്ളേരും എല്ലാവരും ഉണ്ട്. ആ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ കോളേജ്. ആണും പെണ്ണും ഉണ്ട്. ആ അവൾക്കും ജോലിയുണ്ട്. ആ ആശുപത്രി. ആ ഉണ്ട്. ആ എങ്ങോട്ടാ എന്തിലേ പോകണമെന്നൊന്നും അറിയത്തില്ല. അത് കാരണം. ആണോ? സാബുൻ്റെ അങ്ങ് ഇതിലേ ഇറങ്ങിപ്പോണേ. ആ ഇതിലേ നമ്മളങ്ങ് ഇറങ്ങിപ്പോവില്ലേ. ആ സാബുൻ്റെ അങ്ങ് എല്ലാവരും ഉണ്ടോയെന്ന് അറിയത്തില്ല. അല്ലേ ഒന്ന് പോകാമായിരുന്നല്ലോ. പരിചയമില്ലാത്തതുകൊണ്ട് അല്ല ഒന്നുപോലും പോകാത്തൊക്കെ ഒരു നിശ്ചയില്ലേ? പോണോ അവിടെ? അവിടെ പോയി നോക്കാമെന്നാ. വാ അവിടെ പോയി എല്ലാവരും ഉണ്ടോ നോക്കാം. വാ അവിടെ പോയി ഉണ്ടോ നോക്കാം. വാ അവിടെ പോയി നോക്കാമെന്ന്. എല്ലാവരും ഉണ്ടോന്ന്. അവിടെ എല്ലാവരും ഉണ്ടോന്ന് നോക്കാമെന്ന്. ഉണ്ടോ? ആ എല്ലെടുത്ത് പാത്രത്തിലിട്ടിട്ട് ഉറുമ്പിനെ പിടിച്ച് കുരയ്ക്കുവാണ് കിടന്നേ. പോരുവാണോ? ആ കയറാം. വാ ഞാൻ പിടിക്കാം. അവിടെ ആളുണ്ടോയെന്ന് അറിയത്തില്ലല്ലോ. ആ അതൊക്കെ അങ്ങനെയല്ലേ. ആ തുണിയാ. അവിടെ മൊത്തം തുണി അലക്കിയിട്ടിരിക്കുവാണ്. അതാണ് അമ്മ പറയണത്. ആ മൊത്തം തുണി അലക്കിയിട്ടിരിക്കുക. അതാണ്. കുറച്ച് ദിവസമായി നമ്മളിവിടെ വന്നിട്ടല്ലേ. ആണോ? ആ ഹാ ഇതൊക്കെ സാബുന് കൊടുത്താണോ? ആ ഇവിടെ കാണും. ആരെങ്കിലും കാണുമായിരിക്കും. ആരെങ്കിലും കാണുമായിരിക്കും. നോക്കാം. ആരെങ്കിലും കാണുമായിരിക്കും. ആ അവിടെയൊന്നുമില്ല. ഇതല്ലേ വീട്. തുണി കിടക്കുന്ന ഈ വീട്ടിലാന്നേ.
ഇവിടുത്തെ തുണിയാണ് കിടക്കുന്നത്. തുണിയാണ്. ആ അവിടെ തുണിയാണ്. തുണിയിൽ അലക്കിയിട്ടിരിക്കുന്നതല്ലേ, സമയം കിട്ടുമ്പോഴേ അലക്കാൻ പറ്റുള്ളൂ, വെയിലുള്ളപ്പോഴേ അലക്കാൻ പറ്റുള്ളൂ. കൗച്ചേട്ടാടെ കൃഷികളൊക്കെയാണ്. നടന്നിട്ട് വീഴാൻ തുടങ്ങി. ഏയ് വീഴൊന്നുമില്ല, കഴുത്തിൽ കാലും തൊട്ടയില്ല. പിന്നെ ഒരു കുഴപ്പമില്ല. തോന്നുന്നതാ. അതെന്താ വിളിച്ചപ്പോൾ അത് കിളി കരഞ്ഞതാ. കിളി കരഞ്ഞതാ. കിളി 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 ആ സാബുവൊന്നും ഇവിടെ ഇല്ല. സാബുവേ ആ ഫസ്റ്റ് സ്ഥല. സാബു ഇവിടെ ഇല്ല. വേണ്ട, സ്കൂട്ടർ ഇവിടെ ഇല്ല. കാറുണ്ട്, സ്കൂട്ടറില്ല. സാബു എങ്ങോട്ട് പോയേക്കോന്ന് തോന്നുന്നു. സാബുവേ ഇവിടെ ഉണ്ടോ? അവിടെ ഇല്ല. വണ്ടി ഇവിടെ ഇല്ല. സ്കൂട്ടറില്ല. സ്കൂട്ടറില്ല. സ്കൂട്ടറേ ഇവിടെ ഇല്ല. പോയായിരിക്കും. ആ എങ്ങോട്ട് പോയിരിക്കുക. ജോലിക്ക് പോയതായിരിക്കും. ജോലിക്ക് പോയതാണോന്ന് അറിയത്തില്ലല്ലോ. ജോലിക്ക് പോയതായിരിക്കും ചിലപ്പോൾ. അലക്കി ഇട്ടേക്കണല്ല. ആരാ അത് രാവിലെ അലക്കിയിട്ടിട്ട് പോയതായിരിക്കുന്നേ. രാവിലെ അലക്കിയിട്ടിട്ട് പോയതായിരിക്കും. കുട്ടികളാണോ? ആയിരിക്കും. അവളാണോ? ആ അവനാണോ? അവനോ ആരെങ്കിലും ആയിരിക്കും. എനിക്ക് ചകലിന് കണ്ണറിയത്തില്ല. ഇങ്ങോട്ട് നോക്കിയിട്ട് ആണോ? ഒന്നും കാണത്തില്ല അല്ലേ? അയ്യോ കഷ്ടം. കാണാൻ പറ്റിയല്ലോ. ഇല്ലേ? ഒന്നും കാണാൻ പറ്റുന്നില്ലേ? വിളിക്കണമല്ലോ ആരെയാ? അവനെ. അവനിപ്പോൾ ജോലിക്ക് പോയാന്ന് തോന്നുന്നു. എങ്ങോട്ട് പോയാൽ നമുക്ക് വിളിച്ച് നോക്കാം ഇവിടെ ഉണ്ടോയെന്ന്. കേട്ടോ, അവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടോയെന്ന് വിളിച്ച് നോക്കട്ടെ. ബെല്ലടിച്ച് നോക്കട്ടെ. ഉണ്ടോ? ബെല്ലടിക്കുക. കഥ തുറന്നാലേ അറിയത്തുള്ളൂ. ഇവിടെ ഉണ്ടോ? അറിയത്തില്ല. ഇല്ല. കഥ തുറന്നാലേ അറിയത്തുള്ളൂ. അവരൊക്കെ ഓരോ കാര്യത്തിന് പോയിട്ടാണ്. ആ ഒരു വല്ല പരിപാടിക്കും പോയി കാണുന്നേ. ഇല്ലേ ഇവിടെ ഉണ്ടോ നോക്കാം. വാതിൽ തുറക്കുന്നുണ്ടാക്കില്ല അറിയാൻ പറ്റുള്ളൂ. അത്രയെല്ലാം അലക്കേട്ടേക്ക് പോയോ? ആ ആ ആ അതെ, ആൽവിൻ ഇവിടെയുണ്ട്. ആ ആ അതാരാ? പയന്ന് ഇവിടെ ഇല്ലടാ. അവരോടൊപ്പയാ ടൂറിന് പോയോ? എവിടെ? എവിടുന്ന്? ആശുപത്രിയിൽ നിന്നാ? അല്ല, ആശുപത്രിയിൽ നിന്ന് പോയിരിക്കുന്നതാണോ? ആഹാ. മമ്മി പോയോ? മമ്മി ഡ്യൂട്ടിക്ക് പോയോ? ആ ഇവിടെ കയറുന്നുണ്ടോ? ഇവിടെ ആരും ഇല്ല. ഇവർ പിള്ളേർ മാത്രമേ ഉള്ളൂ. ആ അപ്പായ്ക്ക് എന്തിനാണ് ജോലിക്ക് പോയോ? അല്ല മൂന്നാറ്. ഇവിടെ പോയി മൂന്നാറില്ലേ? മൂന്നാറ് ടൂറിന് പോയെന്ന്. ടൂറിന്. ടൂറിനോ? ആ അവരെന്നാ? ടൂറ് കാണാൻ പോയെന്ന്. സ്ഥലം കാണാൻ പോയത്. സ്ഥലങ്ങൾ കാണാൻ. അത് ശരി. ആ വിനോദയാത്ര പോയിരിക്കുമോ? മാനി ജോലിയിലുണ്ടോ? താവുമൊക്കെ നിങ്ങൾ എവിടെയാ താമസിക്കണേ? ഇവിടെ താമസിക്കണം. ഇവിടെയാണോ? ആ എറണാകുളത്ത് മേലെ. ഇവിടെ ആരും ഇല്ല. എഞ്ചിലുണ്ടോ അവിടെ? ആ എഞ്ചിനേ ഉള്ളു. ഇവിടെ ആരും ഇല്ലെന്ന്. സൗണ്ട് കുറച്ചടാ. മാനി ജോലി ആയോ? ഞാൻ പഠിക്കുമല്ലേ. ആയോ? അല്ല ഞാൻ പഠിക്കുവാണ്. ഇപ്പോഴും പഠിക്കാണോ? ഇത് നേരത്തെ പഠിച്ച് വല്ലതും ജയിച്ചതല്ലോ. ഇല്ല പഠിച്ചു കഴിഞ്ഞില്ലെന്നേ. ആണോ? അവൻ പഠിച്ചോണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. അപ്പം പഠിത്തത്തിൽ കുറച്ചൊരു മാറ്റങ്ങളുണ്ടല്ലേ? ആ ഇവിടെ ഇരിക്കാൻ. ലൈറ്റ് പിന്നെ മറ്റവരൊക്കെ എന്തിയാ വേണേ? ഒരു ആൻറ്റി ഒക്കെ എവിടെ ഉണ്ടാകുന്നതല്ലേ? ആന്റി ഒന്നും ഇല്ല. ആൻറ്റി എവിടെ പോയി? ആന്റി ഇല്ലല്ലോ. ഇല്ലേ? അവൻ്റെ മമ്മിയല്ലേ ഇവിടെ ഉള്ളൂ. അവൻ്റെ അമ്മ എവിടെ ഉള്ളൂ. കഴിഞ്ഞ 2 മാസം മുമ്പ് വരുമ്പോൾ ഞാൻ വരുമ്പോൾ ആൻറ്റിയൊക്കെ ഇവിടെ ഉണ്ടാകുന്നത്. ആൻറ്റി അല്ലെന്നേ, അവൻ്റെ മമ്മി ലീലാമ്മയല്ലേ ഉള്ളേ. ഇവൻ്റെ അമ്മയാണ്. അമ്മയുണ്ടാകുന്നത് ഇവിടെ വരെ. എൻ്റെ ആൻറ്റിമാരാരും ഇവിടെ ഇല്ലേ? ഇല്ല. ജോലിക്ക് പോയിരിക്കാണ് എല്ലാവരും. ആ അപ്പോഴത്തെ അവർ കുടുംബതാമസം അവിടെ ഇല്ല. ഇവിടെ അല്ല കാണേ.
ആന്റിമാര് ഇവിടെ ഒന്നും ഇല്ല, എല്ലാരും വേറെ വേറെ സ്ഥലത്തല്ലേ. ജോലി ചെയ്യുന്നതാ. പിള്ളേരെ ഞങ്ങള് രണ്ടുപേര്. കണ്ടോ ആ. ആളും പെണ്ണും ആയിട്ടാ. അല്ല ഞാനും ആണ്. ആ പെണ്ണാണും പെണ്ണും. രണ്ടുപേർക്കും പെങ്ങന്മാർക്ക്. പെങ്ങന്മാർക്കല്ല, ചേട്ടൻ അനിയന്മാരാണ്. ഞാനാ. അല്ല, പിന്നെ അവർക്കാണോ മക്കളെന്നായിട്ട്? അവർക്ക് എല്ലാവർക്കും മക്കളുണ്ടല്ലോ. ചേട്ടൻ അനിയന്മാര്. ആ. അമ്മയുടെ മാൻ സാബുവിൻ്റെ മക്കളുടെ കാര്യമാണ് പറഞ്ഞേ. അമ്മ ചോദിച്ച ആൻറ്റിമാരെ കാര്യം. മോനിപ്പോ പഠിക്കുന്നില്ലേ? പഠിക്കുന്നുണ്ട്. ആണോ? ആ. അത് ശരി. ജോലിയില്ലല്ലോ. പപ്പ എന്നാ പണിയിപ്പം? ആ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അവിടെയാണ്. ആ. ആ, ഗവൺമെന്റിലല്ലേ? ആ. നല്ല കാശുണ്ടല്ലോ. ആശോ. അമ്മയ്ക്ക് പ്രത്യേകിച്ചൊന്നും പറ്റില്ല അല്ലേ? അമ്മ നേഴ്സ്. നേഴ്സാ. നേഴ്സാണ്. ജോലിയുണ്ടോ? അപ്പം ഇവിടെ അതാ കുടുംബത്തിൽ. കുടുംബത്തില് ഇപ്പൊ ഞാനും ഏഞ്ചല് മാത്രമേ ഉള്ളൂ. നീയോ? നീ ജോലിക്ക് പോയല്ലേ? എനിക്ക് ജോലി ആയില്ലല്ലോ, പഠിക്കുവല്ലേ. പഠിക്കണമല്ലോ. അപ്പം കമ്പനിയിലൊന്നും ജോലി ആയില്ലല്ലേ? ഇല്ല. അത് ശരി. മോൻ കല്യാണം കഴിച്ചോ? ഇല്ലേ? പഠിക്കുവല്ലേ. ഞാൻ പഠിക്കുവല്ലേ. ശരി. ഈ പ്രായമായില്ലല്ലോ. പപ്പ എന്തേ? പപ്പ ടൂർ പോയേക്കോ. എവിടെ പോയി? ടൂറില്ലേ, യാത്ര. ടൂറിനോ? അതിന് അത് ചുമ്മാ പോയി. ചുമ്മാ ഓഫീസിൽ നിന്ന് പോയല്ലേ? ആ, ഓഫീസിൽ. മമ്മി ഡ്യൂട്ടിക്കും പോയല്ലേ? പെങ്ങന്മാരില്ലേ? എനിക്കോ? നിനക്ക്? ആ ഉണ്ട്. ഇവിടെ ഉണ്ടോ? അവിടെ ഉണ്ട്, അവിടെ അകത്തുണ്ട്. അവിടെ എത്ര പേരുണ്ട്? ഞാനും ഞങ്ങൾ രണ്ടുപേരും. രണ്ടുപേര്. അവര് കല്യാണം കഴിച്ചോ? ഇല്ല, അവള് ചെറുതല്ലേ. പഠിക്കുകയാണ്. അവള് കുഞ്ഞല്ലേ? അതെ, ഡിഗ്രിക്ക് പഠിക്കുമായിരിക്കും. നേഴ്സിങ്ങിന് പോകാനായിരിക്കും അല്ലേ? പ്ലസ് ടു പ്രീ ഡിഗ്രി. നേഴ്സിങ്ങിന് ആണോ പോയി? ആർക്കും പോയിട്ടുണ്ടോ? ഇല്ല. നഴ്സിങ്ങിന് പോകാറായില്ല. ജോലിക്കാരും ഇല്ലല്ലോ. ഇല്ല. അവള് PDC പഠിക്കുന്നല്ലോ. ജോലി മെഡിക്കൽ കോളേജിൽ ജോലിയാ. പിന്നെ ഗവൺമെന്റിലായതുകൊണ്ട് പോവുകയല്ലേ. ചെയ്യാവുന്നിടത്തോളമൊക്കെ ചെയ്യാം. ഭയങ്കര വിശ്രമല്ലേ അവിടെയൊക്കെ. ഇവിടെ ഒത്തിരി പേരും പിള്ളേരും ഒക്കെ താമസിക്കുന്നുണ്ടല്ലോ സീരിയസ് ആയിട്ട്. മമ്മിക്കോ? മമ്മിക്ക് കുഴപ്പമില്ല ഉണ്ടോ? ഒന്നുമില്ല. പോയേക്കാം അല്ലേ? ഇവരിന്ന് പഠിച്ചോട്ടെ, ഇവർക്കൊക്കെ പരീക്ഷയൊക്കെയാണ്. ഇവരിന്ന് പഠിച്ചോട്ടെ. ഇവർക്ക് പരീക്ഷയാ. ആൽബിനൊക്കെ പരീക്ഷയാ. വീട്ടിലോട്ട് പോകണ്ടേ? നമുക്ക് വീട്ടിലോട്ട് പോയേക്കാം. ഏഞ്ചലിനെ കാണണോ? ഏഞ്ചലിനെ കാണുന്നുണ്ടോ? ഏഞ്ചലിനെ ഏഞ്ചൽ എന്നല്ലേ വിളിച്ചിട്ടുണ്ടല്ലേ? എഞ്ചലിനെ കാണണ്ടേ? എഞ്ചിലി ഇല്ലേ? എഞ്ചിലി നീ പറയടാ. എഞ്ചിനീയർ അല്ലെന്ന്. എഞ്ചിനീയറിംഗിന് ഇവനാ പഠിക്കുന്നത്. അവളെ കാണണമെന്നാ ചോദിച്ചേ. അവളിവിടെ ഉണ്ട്. ആ, അവൾക്ക് പരീക്ഷയാ. പഠിച്ചോണ്ടിരിക്കാണ്. അവള് ഡിഗ്രി ഒക്കെ കഴിഞ്ഞാണോ? പ്രീ ഡിഗ്രി ആണോ? PDC ആണ്. അവളെ കാണണോ? അവളെ കാണണോന്ന്. ആരെയാ? ഏഞ്ചലിനെ. അവരുടെ ഉണ്ടോ? നീ വീട്ടിലോട്ട് പോകാം. വീട്ടിലോട്ട് പോയേക്കാം. അവളെ കണ്ടിട്ട് പോകാം.
എന്നാ ഏഞ്ചലിനെ കണ്ടിട്ട് പോകാന്നേ. വീട്ടിൽ ആരും ഇല്ല ഇപ്പം. ആ വീട്ടിലാരും ഇല്ല. എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? മോളെ എൻ്റെ മോളറിയാവോ? അറിയാം. അത് ശരി. നമുക്ക് സുഖമൊക്കെയാണോ? മോള് പഠിക്കാൻ പോകുന്നുണ്ടോ? ഉണ്ടോ? ഇപ്പം എത്രയിലാണ് പഠിക്കണേ? PDC. ഡിഗ്രി. അമ്മ എന്ത് ചെയ്യാൻ? അമ്മ ഡ്യൂട്ടിക്ക് പോയില്ലേ? അമ്മ ഇവിടെ ഇല്ലേ? ഇല്ല, മേലെ. അമ്മ ഡ്യൂട്ടിക്ക് പോയി, ഏ ജോലിക്ക് പോയെന്ന്. അമ്മയോ? അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ? പ്രായം പറ്റുമോ? പിന്നെ എന്നാ ജോലിക്കാണ് പോയിരിക്കാൻ? നേഴ്സ്. നേഴ്സിങ്. അത് ശരി. ഇതൊക്കെയല്ലേ നിങ്ങളുടെ മുറിയോ? ഇവിടെ എന്തിനാ വേണ്ടേ? കാലിയമ്മ ഇട്ടേക്കാം. മണി എലിക്കുട്ടിയെ പോലെയാ, അവനും മറവിയാ. ഫാൻ കിടന്ന് കറങ്ങുവാന്ന്. ആൾക്കാരും ഇല്ലാതായി. എലിക്കുട്ടി എങ്ങനെയല്ലേ ഫാൻ ഇട്ടിട്ട് പോലെ. എത്രയല്ലേ പഠിക്കണേ? PDC. അത്ര ആയോ ഉള്ളല്ലേ? നീ എത്ര വർഷം പഠിച്ചാ? അവൾ എന്നാത്ര വിടണ? നേഴ്സിങ്ങിന് വിടണോ? എന്തേ മോനെ? അപ്പാ ടൂറിന് പോയില്ലേ? ടൂറിന് പോയി. ടൂറില്ലേ? ജോലിക്ക് പോയി. അല്ല, ടൂറിന് പോയി. ടൂറ് ടൂറിന് പോയോ? അതെവിടെയാ? മൂന്നാറ്. മൂന്നാറോ? അവിടെ താമസിക്കണോ? അല്ല, ഇന്ന് വരും. അന്നൊന്ന് പോയി വരുവാണോ? അല്ല, അല്ലേ? 2 ദിവസം ഇന്നലെ പോയതാ. അതെന്നാ ജോലി അവിടെ? അവിടെ ചുമ്മാ പോയതാണ്. ആണോ? അത് ശരി. മമ്മി അമ്മ ഡ്യൂട്ടിക്ക് പോയി. മമ്മി എവിടേക്കാ ജോലി? കാരിത്താസ്. കാരിത്താസിലോ? നേഴ്സാണോ? അതെ. ഇവിടെ എന്നാ വിടണ്ടേ? രണ്ടുപേരും ഇവിടെ ഉള്ളോ? ആകെ? അവരൊക്കെ എപ്പോഴാ വന്നെ? രാത്രിയാവും. രാത്രി. എന്നാൽ തന്നെ എന്തെല്ലാം വഴിയെടുക്കാനുണ്ട്. മക്കൾ തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും. കന്നുകാലിയൊക്കെ ഉണ്ടല്ലോ ഇല്ലേ? ഉണ്ടാകുന്നല്ലോ. അതൊക്കെ കൊടുത്തോ? നമുക്കൊന്നുമില്ല. കൊടുത്തില്ലേ? അല്ല, നമുക്കൊന്നും ഇല്ല. ഒന്നുമില്ലായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നല്ലോ ഞാനിവിടെ വരുമ്പോൾ. അത് നമ്മുടെ അല്ല. അന്നൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കന്നുകാലിയൊന്നും ഇല്ലമ്മേ. ആരും മുണ്ടെല്ലാം മേടിച്ചിട്ടാണ്. ഞങ്ങളുടെ ആണോ? ഈ എന്നാ ഇനി പോയേക്കാം വീട്ടിലേക്ക്. ഞാൻ പോയേക്കാം. വീട്ടിലാരും ഇല്ല. വീട്ടിലാരും ഇല്ലെന്നേ. ഒറ്റ മനുഷ്യരില്ലാതെ. പിള്ളേരും ഇല്ല. അപ്പാ പോവല്ലേ? വീട്ടിലോട്ട് പോവല്ലേ? വീട്ടിലോട്ട് പോവല്ലേ? എങ്ങോട്ടാ? വീട്ടിലോട്ടോ? ആ പിന്നെ എങ്ങോട്ടാ പോണേ? ഇവിടെ നിൽക്കുന്നുണ്ടോ? അല്ലാതെ കാര്യങ്ങൾ നടക്കോ? വീട്ടിലോട്ട് പോയില്ലേ? എന്നാ പോകാം. പോയേക്കാം. ഇനി ഇന്ന് നേരം തട്ടിയാവോ? എന്നാലും എപ്പോൾ ചെല്ലും? എല്ലാം മേലാത്തവരുവാ. അമ്മ ഇവിടെ ഇല്ലേ മോനെ? ഇല്ല. വല്യമ്മ? അമ്മച്ചിയല്ലേ ഇത്? എന്റെ വല്യമ്മയല്ലേ ഇത്? അമ്മ വല്യമ്മ ഇവിടെ നിങ്ങൾക്കില്ലേ? ഇവിടെ തറവാട്ടില്ല. അതിലല്ലേ? അവന്റെ വല്യമ്മയായി നിൽക്കണേന്ന്. വല്യമ്മ മരിച്ചു പോയോ? അല്ല, ഇവിടെ താമസിക്കുന്നില്ലേ? താമസിക്കുന്നുണ്ട്. ഉണ്ടോ? എന്നിട്ട് ഇവിടെ ഇല്ലാത്ത? ഇവിടെ അല്ലേ താമസിക്കണേ? തറവാട്ടില. തറവാട്ടില? അതെവിടെയാ? അതവിടെ. അത് ശരി. നടക്കുകയും ചെയ്യാമോ? നടക്കും. ഉണ്ടോ? നീ എങ്ങനെ തീരുമാനം എടുക്കും? എന്തെങ്കിലും എന്നാ പോവുകയാണോ? പോവും. അടുത്ത് ഞാൻ എന്നാ പോയേക്കാം. പോയേക്കാം. ആരാ? പോവാന്നേ. പോവാ. പോവുകയാണോ? പോവാ. അവർ പഠിച്ചോട്ടെ. എനിക്ക് തടസ്സമില്ലല്ലോ. വീട്ടിൽ വന്ന് എന്നാൽ മതി. വീട്ടിൽ ആരും ഇല്ലാതെ കിടന്ന് കുഴയാ. ആണോ? അവരെല്ലാം അതിൽ പോയി.
വീട്ടിലുള്ളവരൊക്കെ എവിടെ പോയി? ഏ? വീട്ടിലുള്ളവരൊക്കെ എവിടെ പോയെന്ന്? നമ്മുടെ വീട്ടിൽ ആ എല്ലാവരും പോയോ? ആരാ ഉള്ളത്? ആരുമില്ലേ? ആരെയും കാണാൻ പറ്റി. ആ അതായത് 2-3 ദിവസമായി പറിച്ചിട്ട് തുടങ്ങിയിട്ട്. ഇന്ന് വരാനും പറ്റി. ഞാൻ പറഞ്ഞു നേരം ഇപ്പം ഞായറാഴ്ച വല്ലതും നോക്കാമെന്ന് പറഞ്ഞു. ഇവിടെയും കപ്പയില്ല. ഇന്നും പുറത്തിറങ്ങിയപ്പോൾ എന്നാൽ പിന്നെ എനിക്ക് പോന്നേക്കാന്ന് വെച്ചാൽ. ഇവിടെയും കപ്പ ഇട്ടില്ലേ? കപ്പയുണ്ട് ദേ അവിടെ കപ്പയുണ്ട്. അവിടെയുണ്ടോ? ആ കപ്പ എവിടെ ഇട്ടുണ്ട്? അത് ശരി. എനിക്ക് കണ്ണറിയത്തില്ല നടക്കാൻ. പിന്നെ നോണ അറിയത്തില്ല ഉവ്വ നടക്കാൻ. ഉവ്വ നടക്കാൻ കണ്ണറിയത്തില്ല. നടക്കണ കാലുകൊണ്ടല്ലേ കണ്ണുകൊണ്ടല്ലല്ലോ. ഇപ്പൊ ഞാനെങ്ങനെയാ പോണേ? നടന്നു പോകണം നമുക്ക്. നടന്നു പോകണം. വണ്ടി ഇവിടുന്ന് അവിടം വരെ പോയാൽ പോരെ. ഏ? ഇവിടുന്ന് അവിടം വരെ പോയാൽ പോരെ. ചെയ്യോ? ഒരു കുഴപ്പമില്ല. നീ പോവാ. എന്നാൽ അവരോട് പോവാന്ന് പറഞ്ഞു. അവനോട് പോവാന്ന് പറ. അവൻ പോയിരുന്ന് പഠിക്കട്ടെ. അവനോട് പോവാന്ന് പറ. ഞാനേ പോവാ കേട്ടോ. അവള് എന്ത് ചെയ്യാ? അവള് പോയാ? ആരെയും കണ്ടില്ല, ആരെയും കാണാൻ പറ്റി. ആ അമ്മ ഇവിടെ ഇല്ലല്ലേ? വെല്ലിമേലെ നിൽക്കുന്നേ. ഇവിടെ പോയതാ? എവിടെയാ പോയെ? എങ്ങും പോയില്ല. ഇവിടെ ഉണ്ട്. ഇവിടെ ഇല്ല. ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഇല്ല, ഏതെങ്കിലും വീട്ടിൽ പോയതാണോ? അല്ല ഇവിടെ ഉണ്ട്. തിരി കത്തുന്നതിന് കുഴപ്പമില്ല. കുഴപ്പമില്ലേ? ഇച്ചിരി ഉള്ളൂ. ആ അത്രയും മതി. എന്നാപ്പാ പിന്നെ എല്ലാവർക്കും സുഖമൊക്കെ അല്ല. എത്ര നാളായി എൻ്റെ മക്കളെയൊക്കെ കണ്ടിട്ടുണ്ട് ദൈവേ. ആ ഈ മക്കളോട് അങ്ങ് വരാൻ പറയാം. അവർക്ക് പഠിക്കണ സമയമില്ല, അതാണ്. അവർക്കേ ഇരുന്ന് പഠിക്കണം, അതിന് സമയമില്ല, അതാണ്. അവർക്കിരുന്ന് പഠിക്കണം സമയമില്ലല്ലോ. എന്നാ പോവാട്ടോടാ. അല്ല അവനോട് പോവാന്ന് പറയുക ചെയ്തേ. അവനോടെ പോകുവാന്ന് പറയുകയോ ചെയ്തേ. പോവുക കേട്ടോ വരെ. എവിടെ മാറുന്നുണ്ടാവും. അവിടെയാ? ആ അവിടെ ഒരു പെണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടല്ലേ. ഏത് പെണ്ണായിരിക്കും? ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അവളവിടെ പശുവിൻ്റെ അടുത്തോ കിടാവിൻ്റെ അടുത്തുണ്ട്. എന്നാ ബാ കയറിപ്പോരും. ബാ കയറിപ്പോ. കയറിപ്പോരും. എന്നാ പോര്. ബാ നീ അവിടെ നോക്കി നിൽക്കണ്ട. ഈ പോര്. നീ മോനെ വന്ന് കിടന്നോ. ചുരിദാരം വന്ന് കിടന്നോ. നടക്കാനും മേല. ഒരു വണ്ടി എടുത്തോണ്ട് പോന്നെങ്കിൽ മതിയാ. അതിനെന്തിനാ? നീ എന്തിനാ വണ്ടി? ഇനി എന്തിനാ വണ്ടി? നമ്മൾ വീട്ടിലെത്തിയില്ലേ? എന്ത് വീട്ടിലോട്ട് പോവാ? നമ്മൾ വീട്ടിൽ വന്നു. വന്നേ. വീട്ടിൽ വന്നു. പോന്നപ്പോ നീ വേറെ വണ്ടിയൊന്നും വേണ്ട. വണ്ടി എടുക്കേണ്ടി. ആ നമ്മൾ വീട്ടിലെത്തി. കൂടാതെ പോകാം. നമ്മൾ വീട്ടിലെത്തി കേട്ടോ. കടന്നായി നാളെയൊക്കെ. ആ നമ്മൾ വീട്ടിലെത്തി. ഇനി വേറെ വീടൊന്നുമില്ല. വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. പോയി കിടന്നോ. അമ്മ പോയി കിടന്നോ. കട്ടിലേ പോയി കിടന്നോ. പൊക്കോ. പോയി കിടക്ക്. കട്ടിലേ പോയി കിടന്നോ. ഇല്ലെന്ന് പോയി കിടന്നോ. ചായ ഉണ്ടാക്കിയേക്കാം. എന്നാ വിളിച്ചേക്കാം. പോയി കിടന്നിട്ട് വാ. കടക്കാനും പോയില്ലോ ചോമാനെ. ഇതെന്നാ ഇങ്ങനെ? അതെനിക്ക് മനസ്സിലായി. പോയി കിടന്നോ. അണ്ടാ ചോമൻ കാണിച്ചു തരും. മുറി അങ്ങോട്ടാ കാണിച്ചു കൊടുക്കും. ഇവിടെ നിന്ന് കിടന്നോ. ഇത് കിടന്നിട്ടില്ലെന്നേ. ഇന്ന് മൊത്തം നടപ്പും. ഇവിടെ എല്ലാം ഓടി നടപ്പും. എനിക്കറിയത്തില്ല എന്നതൊക്കെയാ കാണിക്കുന്നതിന്. പോയി കിടന്നോ അവിടെ. ഇത് രാവിലെ വെച്ചിട്ട് വെപ്രാളം പോലെ ഉണ്ടായിരുന്നു. എന്നിട്ടേ ഞാൻ ചായ അമ്മ വിളിച്ചേക്കാം. പോയി കിടന്നോ. കിടക്ക് കേട്ടോ. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.